താരസംഘടന അമ്മയിൽ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. പിന്നാലെ വിവാദങ്ങളുമെത്തി. നടൻ രമേശ് പിഷാരടിയാണ് വിമർശനവുമായി എത്തിയത്. എല്ലാ വിഷയങ്ങളിലും വ്യക്തമായി നിലപാടുള്ള, സ്വന്തം രാഷ്ട്രീയം തുറന്നു പറയാൻ ആർജവം കാണിച്ചിട്ടുള്ള നടനാണ് രമേശ്. അമ്മ തിരഞ്ഞെടുപ്പിനു പിന്നാലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നേതൃത്വത്തിന് രമേശ് ഒരു കത്തയച്ചിരുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നയാളാകണം വിജയി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് രമേശ് പിഷാരടി കത്തു നൽകിയത്. ഭരണഘടന പ്രകാരം ഭരണസമിതിയിൽ 4 സ്ത്രീകൾ വേണമെന്ന ചട്ടമുള്ളതിനാൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടിയിട്ടും താൻ പുറത്തായത് ചൂണ്ടിക്കാട്ടിയായിരുന്നു രമേശിന്റെ കത്ത്. വോട്ട് കുറഞ്ഞവർക്കായി താൻ മാറി നിൽക്കേണ്ടി വന്നതു ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും കത്തിലുണ്ട്. തനിക്ക് വോട്ട് ചെയ്തവർ പലരും വോട്ട് പാഴാക്കിയതിനെപ്പറ്റി പരാതിപ്പെട്ടിരുന്നു. ഈ സാഹചര്യം നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെങ്കിൽ നോമിനേഷൻ പിൻവലിക്കാൻ തയ്യാറാകുമായിരുന്നുവെന്നും പരിഹാരം ആവശ്യമുള്ള സാങ്കേതിക പ്രശ്നമാണെന്നും സ്ത്രീ സംവരണം അനിവാര്യമാണെന്നിരിക്കെ കൃത്യവും പ്രായോഗികവുമായ ഭരണഘടനാ ഭേദഗതി വേണമെന്നും പിഷാരടി ആവശ്യപ്പെട്ടു. താൻ സംഘടനയ്ക്കെതിരെ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും സ്ത്രീ സംവരണം കൃത്യമായി നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് കത്തയക്കുക മാത്രമാണ് ചെയ്തതെന്നും പിന്നീട് രമേശ് പിഷാരടി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇക്കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്ത്രീകൾക്ക് വോട്ട് കുറഞ്ഞുപോയി. പക്ഷേ വോട്ട് കൂടിയ പുരുഷന്മാരെ മാറ്റി നിർത്തി ജനാധിപത്യപരമായി വോട്ട് കൂടിയ ആൾ ജയിക്കണം. അവരെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ ഇതിൽ എന്ത് ന്യായമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അതിന് വ്യക്തമായ ഉത്തരമില്ല. ഈ സ്ത്രീകളെ കൊണ്ടുവരാൻ ജയിച്ച ആളുകൾ ഏറ്റവും മാതൃകാപരമായി മാറി നിൽക്കുകയായിരുന്നു. ഞാൻ മാറിക്കൊടുത്തുവെങ്കിലും പത്രസമ്മേളനം കൃത്യമായി വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കിയതുകൊണ്ട് ഞാൻ തോറ്റ പോലെയാണെന്ന് വന്നത്. പക്ഷേ അതല്ല വിഷയം. 4 സ്ത്രീകൾക്ക് സീറ്റ് സംവരണം ചെയ്താൽ പിന്നെ ആശയക്കുഴപ്പം ഒഴിവാക്കാം. എന്നെ ലാലേട്ടൻ, സിദ്ദിഖ എന്നിവർ വിളിച്ച് അടുത്ത ജനറൽ ബോഡിയിൽ സ്ത്രീകൾക്ക് 4 സീറ്റ് മാറ്റിവെക്കുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. എൻ്റെ കത്തിനെക്കുറിച്ചുള്ള വാർത്തകൾ വന്നപ്പോൾ എനിക്ക് അതൃപ്തി എന്ന തരത്തിലാണ് പ്രചരിപ്പിച്ചത്. പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല. ഞങ്ങൾ പരസ്പരം അറിയുന്നവരാണ്. താരസംഘടന എന്ന പേരാണ് വലിയ ബാധ്യത. കാരണം താരങ്ങൾ കുറച്ചേയുള്ളൂ. ബാക്കിയുള്ളവർ അഭിനയം തൊഴിലാക്കി ജീവിക്കുന്നവരാണ്. അവരെ സഹായിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം. അതിനോടൊപ്പം ഞാൻ ശക്തമായി നിൽക്കുന്നു. ഞാൻ വിമതനമൊന്നുമല്ല. ഇതൊരു വലിയ തർക്കവുമല്ല. എനിക്ക് മാറുന്നതിൽ യാതൊരു വിഷമവും ഉണ്ടായിരുന്നില്ലെന്നും പിഷാരടി പറഞ്ഞു. ഇപ്പോഴിതാ മറ്റൊരു വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുകയാണ് പിഷാരടി. സിനിമയെക്കുറിച്ച് മോശം റിവ്യൂ പറയുന്ന പ്രവണത സ്വന്തം സഹപ്രവർത്തകരുടെ ഇടയിലും ഉണ്ടെന്നാണ് താരം തുറന്നു പറയുന്നത്. രമേശ് പറയുന്നത് ഇങ്ങനെ: ഈ അടുത്തിടയ്ക്ക് നമ്മുടെ ഒരു അംഗം ഒരു സിനിമ കാണുകയും ആ സിനിമയെപ്പറ്റി ഒരു റിവ്യൂ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ എഴുതിയിടുകയും ചെയ്തു. 2 നടന്മാരുടെ സ്കിറ്റ് കണ്ടു. അത് വളരെ മോശമായിരുന്നു എന്നായിരുന്നു ആ പോസ്റ്റ്. ആ അംഗം ഈ സംഘടനയിൽ നിന്നും 3-4 ലക്ഷം രൂപയിൽ കുറയാത്ത സഹായം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതിനുശേഷം ഷോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ താരങ്ങളോടും മറ്റും സംസാരിക്കാൻ ചെല്ലുമ്പോൾ ചിലർ ഈ സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഇവനെയൊക്കെ സഹായിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വരേണ്ടത് എന്ന് ഞങ്ങളോട് ചോദിക്കുകയാണ്. അത്തരം ചില സന്ദർഭങ്ങളിൽ ഞങ്ങൾക്ക് ഉത്തരമില്ലാതെ പോകുന്നു എന്നാണ് രമേശ് പിഷാരടി പറഞ്ഞത്. മിമിക്രി ആർട്ടിസ്റ്റ് അസോസിയേഷൻ മായുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു രമേശ് പിഷാരടി.